ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ കുറച്ച് ലെവൽസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. ആ ലെവൽസിൽ മാർക്കറ്റ് ഏതൊക്കെ രീതിയിലാണ് റിയാക്ട് ചെയ്തത്, റെസ്പെക്റ്റ് ചെയ്തത്, അത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് എനിക്ക് വന്ന എൻട്രി മോഡലും അതിൻ്റെ ലോജിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ സ്ട്രക്ചർ മനസ്സിലാക്കാനും അതേപോലെ എൻട്രി മോഡൽസ് തരുന്നതുമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കുറച്ച് ഞാനവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അത് പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതായിരിക്കും. അതേപോലെ തന്നെ ആർക്കെങ്കിലും ആ ഇൻഡിക്കേറ്റേഴ്സ് വേണമെങ്കിൽ പേഴ്സണലി ആ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് DM ചെയ്യുക. മോസ്റ്റ്ലി ഞാനൊരു പേയ്മെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ഫ്രീ ആയിട്ടല്ല ഞാൻ കൊടുക്കുന്നത്. താല്പര്യമുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക, അത് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇന്നത്തെ മാർക്കറ്റ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് ചെറുതാക്കിക്കോട്ടെ. അപ്പോൾ ഇന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത ലെവൽസ് ഇതൊക്കെയാണ്. എക്സാക്ട്ലി നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ ലെവൽസ് തന്നെയായിരുന്നു ഈ ലെവൽസ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഞാൻ ഇതേ ലെവൽസിൻ്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു പറഞ്ഞത്. ഫസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ ലെവൽ ഈ ഒരു ലെവലായിരുന്നു, അതേപോലെ തന്നെ ഈ ഒരു ലെവലായിരുന്നു. അപ്പോൾ ഈ രണ്ട് ലെവലിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് മാർക്കറ്റ് ഫർദർ കുറച്ചും കൂടി ഡൗൺ സൈഡിലോട്ട് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഈ ഒരു ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്തു, അവിടെ സസ്റ്റെയിൻ ചെയ്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എക്സാക്ട്ലി ഞാൻ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 9:29 ആയപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ 1 minute ക്യാൻഡിൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 9:29 ടൈം ഫ്രെയിമിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെ 26, 27, 28 എക്സാക്ട്ലി ഞാൻ 9:29 ഈ ഒരു ക്യാൻഡിലിൻ്റെ ടൈമിൽ തന്നെ ഞാൻ എന്ത് പറഞ്ഞു, മാർക്കറ്റ് ഞാൻ കുറച്ച് PE ട്രേഡിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഫർദർ ഡൗൺ സൈഡിൽ വരാനുള്ള നല്ല പ്രോബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, നമുക്ക് ഡൗൺ സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്നു. നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റും തന്നെ ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഹിറ്റാക്കിയിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മുടെ ഫസ്റ്റ് ലെവലിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിന് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി. ഫർദറായിട്ട് നെക്സ്റ്റ് ലെവലിനെ മാർക്കറ്റിന് എന്ത് ചെയ്തു, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, മാർക്കറ്റ് ഇനി ഫർദർ ഡൗൺ സൈഡിലോട്ടായിരിക്കും. നമ്മുടെ എക്സാക്റ്റ് ഈ ഒരു ടാർഗറ്റ് വരെ മാർക്കറ്റ് വന്നിരുന്നു. നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ഈ ഒരു ഏരിയ വരെയായിരുന്നു, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലും ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, എക്സാക്ട്ലി ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിച്ചപ്പോൾ തന്നെ നമ്മൾ എന്ത് എക്സിറ്റ് ചെയ്തു. നമ്മുടെ ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മുടെ ഈ ഒരു ഏരിയയിൽ വെച്ച് തന്നെ എക്സിറ്റ് ചെയ്തു. പക്ഷേ ഓൾമോസ്റ്റ് നമ്മൾ പ്രീമിയംസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് ഈ ഒരു ടാർഗറ്റ് വരെ ഹിറ്റായി. നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടാതെ പോയത് ഓൾമോസ്റ്റ് വളരെ ചെറിയ പോയിൻ്റാണ്, ഓൾമോസ്റ്റ് 6, 7, 8 പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഒരു 8 പോയിൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രീമിയം സ്പൈക്ക് ആവുന്ന ടൈമിൽ നമുക്ക് ഈസിലി കിട്ടുന്നതായിരിക്കും. ഇത്രയും ഫർദറായിട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാക്ട്ലി നമ്മളൊരു 8 പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ബഫർ വെച്ച് കഴിഞ്ഞാലും ഓൾമോസ്റ്റ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ എല്ലാ ടാർഗറ്റും നമുക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് അക്കോംപ്ലിഷ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. വളരെ നല്ലൊരു ഡേ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് 5 minute ചാർട്ടിലോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. എക്സാക്റ്റ് നമ്മൾ പറഞ്ഞൊരു ലെവൽ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വീണ്ടും ഒരു അപ്സൈഡിലോട്ട് എൻട്രി എടുക്കത്തുള്ളൂ. അല്ലാതെ ഈ ഒരു ലെവൽസിലെ ഈ ഒരു മൂവ്മെൻറ്റ്സിൽ ഒന്നും ഞാൻ അപ്സൈഡിലോട്ട് എൻട്രി കീപ്പ് ചെയ്തില്ല. കാരണം എന്ന് പറയുന്നത് വീക്കിലിയിലും ഡെയിലിയിലും എൻ്റെ മാർക്കറ്റ് വ്യൂ എന്ന് പറയുന്നത് ബെയറിഷാണ്. പിന്നെ എന്തിന് ഞാൻ ബുള്ളിഷ് സൈഡിലോട്ടുള്ള എൻട്രീസ് പ്ലേസ് ചെയ്ത് എന്തിന് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കണം. കാരണം ഇത്രയും നല്ല ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള എൻട്രി നമുക്ക് ഡൗൺ സൈഡിലോട്ട് കിട്ടുന്ന ടൈമിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രേഡ്സിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതേപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് നമ്മൾ പറഞ്ഞ ഏരിയ ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ലെവൽസിൽ എന്തെങ്കിലും, ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ലെവൽസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇന്നലെ ഇട്ട വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇന്നലെ ഇട്ട ലാസ്റ്റ് മിനിറ്റ് ടൈമിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാക്റ്റ് ഈ ലെവൽസ് തന്നെയാണ് ഞാൻ ഹയർ ടൈം ഫ്രെയിം തൊട്ട് ലോവർ ടൈം ഫ്രെയിം വരെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. എക്സാക്റ്റ് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലെവൽ വന്നു. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് എന്ത് ചെയ്തു, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞില്ല. അതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും ഫർദർ ഡൗൺ സൈഡ് വന്നു. നമ്മൾ എക്സാക്ട്ലി നേരത്തെ പറഞ്ഞിട്ടുള്ള ലെവലിൻ്റെ ഒരു പോയിന്റിൽ മാർക്കറ്റ് ഇന്ന് വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്തു, നല്ല രീതിയിലുള്ള ട്രേഡ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയും ഇന്ന് ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത കാര്യങ്ങളും കൂടി
കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി നല്ല രീതിയിലുള്ള ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ്സ് ഇന്ന് കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവൽസിനെ മാർക്കറ്റ് എങ്ങനെ റെസ്പെക്ട് ചെയ്തു, അതേപോലെ ഞാൻ ഇന്ന് ഏത് ബേസിസിലാണ് ഞാൻ എൻട്രി പഞ്ച് ചെയ്തത് എന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ലെവൽസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ്. അപ്പോൾ ഇത്രയും ലെവൽസ് നിങ്ങൾ മാക്സിമം വാച്ച് ചെയ്യുന്നതായിരിക്കും നാളത്തേക്ക് വളരെ നല്ലത്. അല്ലാതെ കൂടുതൽ ലെവൽസ് മാർക്ക് ചെയ്തിട്ട് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം. അപ്പോൾ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് മോസ്റ്റ്ലി മാർക്കറ്റിന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്യാനായിരിക്കും. പക്ഷേ ഷാർപ്പായിട്ട് മാർക്കറ്റ് ഒരു രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു ഏരിയാസാണ് ഈ ഒരു ലെവൽ. നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഏരിയയിലും അതേപോലെ ഈ ഒരു ഏരിയയിലും മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നാളത്തേക്ക് എൻ്റെ ഒരു വ്യൂവിൽ തോന്നുന്നത് മാർക്കറ്റ് മോസ്റ്റ്ലി ഈ ഒരു ലെവൽ ടേക്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് ടാർഗറ്റുകൾ എയിം ചെയ്യാനായിട്ട് നമുക്ക് പോസിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 70-80 പോയിൻറ്റ്സ് വരെ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ഏരിയ ആണ് അത്. ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് എത്താൻ പോകുന്ന ടൈമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മോസ്റ്റ്ലി മാർക്കറ്റ് വേണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ്ലി വേണമെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് എത്താം. അല്ലെങ്കിൽ മാർക്കറ്റിന് ഈ ഒരു 2 ലെവൽസിൻ്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്നതിന് ശേഷം അവിടെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതിനുശേഷം മാർക്കറ്റിന് ഈ ഒരു ലെവലിലോട്ട് എത്താം. അഥവാ മാർക്കറ്റ് ഇവിടെ റിയാക്ട് ചെയ്യാതെ ഈ ഒരു ലെവലിൻ്റെ താഴോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്ത്, മാർക്കറ്റ് മോസ്റ്റ്ലി ഈ ഒരു ലെവലിലോട്ടും ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ കത്തിക്കഴിഞ്ഞാൽ വീണ്ടും വന്നത് കണക്ക് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ലെവൽ വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഷാർപ്പായിട്ട് ബൈ നടന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത്രയും ലെവൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചാർട്ടിൽ മാർക്ക് ചെയ്ത് ജസ്റ്റ് മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു ലെവൽസിൽ എൻട്രി മോഡൽസ് ഏതെങ്കിലും വരുന്നോ ആ ഒരു രീതിയിൽ നിങ്ങൾ ട്രേഡ് പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ കറക്റ്റായിട്ട് ഏതൊക്കെ ലെവൽസ് ആണെന്ന് പറയാം. ഏറ്റവും മുകളിലുള്ള ലെവൽ 23,145 എന്ന് പറഞ്ഞ ലെവൽ, അതേപോലെ ഈ 2 ലെവൽ, ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അപ്പ് സൈഡിലോട്ടോ വേണമെങ്കിൽ ഡൗൺ സൈഡിലോട്ടോ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. ആ ഒരു ലെവൽസായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത് 23,032 എന്ന് പറഞ്ഞ ലെവലും, ഡൗൺ സൈഡിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത് 22,998 എന്ന് പറഞ്ഞ ലെവലും. ആ ഒരു ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റാണ് 22,950 എന്ന ലെവലും. ഈ ഒരു ലെവലിനും മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു ലെവലാണ്. ആ ഒരു ടാർഗറ്റാണ് 22,796 എന്ന് പറഞ്ഞ ലെവൽ. അപ്പോൾ ഇത്രയും ലെവൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുക. ഞാൻ പ്രീവിയസ്ലി ഇട്ട സ്ട്രാറ്റജി ബേസ്ഡ് വീഡിയോസിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി എവിടെയെങ്കിലും മാർക്കറ്റിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡിലോട്ട് എൻ്റർ ആവാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഞാൻ പറയുന്നത് ബിഗിനേഴ്സ് പേപ്പർ ട്രേഡിങ് ചെയ്യുക, നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയതിനു ശേഷം റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ അത്രയേ ഉള്ളൂ. ഇത്രയും വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ വീണ്ടും ഇടുന്ന വീഡിയോസ് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇൻസ്റ്റഗ്രാമിലെ പേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് പോയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതേപോലെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.